ബംഗാളിൽ ബി.ജെ.പി ഇത്രയും മനോഹരമായ ഒരു വിജയം നേടുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തൊരു പേരുണ്ട്. മുൻ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസിൻ്റേത്. അദ്ദേഹം ബംഗാളിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ച കാലം അത്രയും അവിടെയുള്ള ജനങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് എന്നും ഇടപഴകിയിട്ടുള്ളത് എന്നും നമുക്കറിയാം. അത് ഒരു മാറ്റത്തിൻ്റെ പാതയായിരുന്നു. അത്തരത്തിലൊരു പാത അവിടെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിയല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാരണക്കാരനായത് ഡോക്ടർ സി.വി. ആനന്ദ ബോസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഇത്രയും വലിയൊരു മാറ്റം ബി.ജെ.പിക്ക് ലഭിക്കുമ്പോൾ ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടി എന്താണെന്നും ബി.ജെ.പിക്കൊപ്പവും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിനൊപ്പവും ചേർന്ന് നിന്നാൽ സംസ്ഥാനത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ ശ്രീ സി.വി. ആനന്ദ ബോസിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. ബംഗാളിൽ മാറ്റത്തിന്റെ ലോക് ഭവൻ മാതൃക കൊണ്ടുവരാൻ സാധിച്ചത് ഡോക്ടർ സി.വി. ആനന്ദ ബോസിന് തന്നെയാണ്. ഗവർണർ ഭരണഘടനാ പദവിയെ പുനർനിർവചിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 3.5 വർഷമായി പശ്ചിമ ബംഗാൾ കണ്ടത് കൗതുകകരമായ ഒരു രാഷ്ട്രീയ ദൃശ്യമാണ്. ഒരേ സമയം നിലനിന്നിരുന്ന 2 ഭരണകൂടങ്ങൾ. ഒന്ന്, ജനങ്ങൾ തിരഞ്ഞെടുത്ത തൃണമൂൽ സർക്കാർ. മുഖ്യമന്ത്രി മമതാ ബാനർജി സെക്രട്ടേറിയറ്റിലിരുന്ന് ഭരണം നയിച്ചു. മറ്റൊന്ന്, 2022 നവംബറിൽ ചുമതലയേറ്റ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസിന്റെ നേതൃത്വത്തിൽ ലോക് ഭവൻ കേന്ദ്രീകരിച്ചുള്ള ഭരണഘടനാ സംവിധാനം. ഭരണഘടനാപരമായ അധികാര പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഗവർണർക്ക് എങ്ങനെ ജനകീയ മനസാക്ഷിയെ സ്വാധീനിക്കാൻ സാധിക്കും എന്നതിന്റെ പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ആയിരുന്നു ആ കാലഘട്ടം. 3 വർഷം 3 ഘട്ടങ്ങളായി തിരിച്ചാൽ 3 വർഷം കൊണ്ട് വ്യക്തമായ പ്ലാനോടെയാണ് ഗവർണർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. 1-ാം വർഷം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജനങ്ങളിലേക്കുള്ള അടുപ്പത്തിലായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ജില്ലകൾ സന്ദർശിച്ച അദ്ദേഹം ഇരകൾക്കായി രാജ്ഭവനിൽ ഒരു പീസ് റൂം തന്നെ തുറന്നു. രാജ്ഭവൻ ഒരു കൊട്ടാരമല്ല, മറിച്ച് സാധാരണക്കാരന്റെ പരാതി പരിഹരിക്കാനുള്ള ഇടമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. 2-ാം വർഷം ഉത്തരവാദിത്തം ഉറപ്പാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. സന്ദേശകാരിയിലെ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ നേരിട്ടെത്തി. സർവകലാശാലാ നിയമനങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ തടഞ്ഞു. അതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല എന്ന വോട്ടർമാരുടെ നിരാശ മാറ്റി ഭരണഘടനയ്ക്ക് മൂർച്ചയുള്ള പല്ലുകളുണ്ടെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. 3-ാം വർഷം ആയപ്പോഴേക്കും ഒരു അച്ചടക്കമുള്ള ഭരണം എങ്ങനെയായിരിക്കണം എന്നതിലായിരുന്നു ശ്രദ്ധ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രസേനയെ നേരത്തെ വിന്യസിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതും കർഷകരെയും ഉദ്യോഗാർത്ഥികളെയും നേരിട്ട് കേട്ടും അദ്ദേഹം സിസ്റ്റത്തെ ചലിപ്പിച്ചു. വോട്ടർമാരുടെ മനഃശാസ്ത്രം മാറി. ഭരണവിരുദ്ധ വികാരത്തിനും രാഷ്ട്രീയ ആക്രമണങ്ങൾക്കും അപ്പുറം സദ്ഭരണത്തിന്റെ ഒരു ബദൽ മാതൃക വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഗവർണർക്ക് സാധിച്ചു. ഈ ബോസ് ഇഫക്റ്റ് വോട്ടർമാരെ സ്വാധീനിച്ചത് 4 ഘട്ടങ്ങളിലായാണ്. അഴിമതിയും അക്രമവും ജനങ്ങൾ നേരത്തെ അനുഭവിച്ചിരുന്നു എങ്കിലും ഗവർണറുടെ ഇടപെടലിലൂടെ പരാതിപ്പെട്ടാൽ നടപടി ഉണ്ടാകും എന്ന് അവർ മനസ്സിലാക്കി. പരിമിതമായ അധികാരമുള്ള ഗവർണർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ പൂർണ്ണ അധികാരമുള്ള ഒരു സർക്കാരിന് എത്രത്തോളം മാറ്റം കൊണ്ടുവരാനാകും എന്ന ചിന്ത അവരിൽ പാകിയത് ഡോക്ടർ സി.വി. ആനന്ദ ബോസ് തന്നെയാണ്. ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ബഹുമാനിച്ച് തന്നെ മാറ്റം കൊണ്ടുവരാം എന്ന അദ്ദേഹത്തിന്റെ നിലപാട് വോട്ടർമാരുടെ ഭയം അകറ്റി. ബംഗാളിന് ബോസ് പ്രിയങ്കരനായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 15 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു മാറ്റം വരുമ്പോൾ കാര്യങ്ങൾ തകിടം മറിയുമോ എന്ന് ഭയന്നിരുന്ന വോട്ടർമാർക്ക് ഒരു സേഫ് ട്രയൽ റൺ നൽകാൻ ഗവർണർക്ക് സാധിച്ചു. മമതാ ബാനർജിയുടെ പരുക്കൻ ശൈലിക്ക് വിപരീതമായി ടാഗോറിനെ ഉദ്ധരിച്ചുള്ള ബോസിന്റെ സാംസ്കാരികവും വിജ്ഞാനപ്രദവുമായ പെരുമാറ്റം ബംഗാളിലെ ബുദ്ധിജീവികളെയും ബി.ജെ.പിക്ക് അനുകൂലമായി ചിന്തിപ്പിച്ചു. ബി.ജെ.പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന വാഗ്ദാനം കേവലം ഒരു മുദ്രാവാക്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തത്സമയ പ്രദർശനമായിരുന്നു അത്. ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. പക്ഷെ ഗവർണർ ആ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു. എങ്കിലും ഈ മാതൃകാ ഫെഡറൽ സംവിധാനത്തിന് ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ഗവർണർ രാഷ്ട്രീയക്കാരനെ പോലെ പ്രവർത്തിച്ചാൽ അത് ജനാധിപത്യത്തെ തകർക്കും. എന്നാൽ ഡോക്ടർ ആനന്ദ ബോസ് ഭരണഘടനാ പരിധിക്കുള്ളിൽ നിന്ന് മാതൃക കാട്ടിയെന്നത് ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ ബംഗാളിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഗവർണറുടെ ഈ 3 വർഷത്തെ ഇടപെടലുകൾ ബി.ജെ.പി ഭരണത്തിന്റെ ഒരു ട്രെയിലർ മാത്രമായിരുന്നു. ആ ട്രെയിലർ കണ്ട് ബോധ്യപ്പെട്ട ജനങ്ങൾ വോട്ടെടുപ്പ് ദിവസം മുഴുവൻ സിനിമയ്ക്കുമായി ടിക്കറ്റ് എടുത്തു. ആ സിനിമ, അതായത് പുതിയ സർക്കാർ ബംഗാളിന്റെ അടുത്ത 5 വർഷം എങ്ങനെ മാറ്റും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഭരണഘടനാപരമായ അധികാരം വിവേകത്തോടെ ഉപയോഗിച്ചാൽ രാഷ്ട്രീയ ചർച്ചകളുടെ ഗതി മാറ്റാം എന്ന് ലോക് ഭവൻ തെളിയിച്ചിരിക്കുന്നു.